ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഫിലിപ്പീൻസ് ഉഭയകക്ഷി സഹകരണം നയതന്ത്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. ഭൂരഹിതർക്കും ദരിദ്രർക്കും അഭിവൃദ്ധിയിലേക്കുള്ള വഴി തുറക്കാൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതം. കേരളത്തിൽ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകത്തെ നടുക്കിയ ഹിരോഷിമ അണുബോംബ് സ്ഫോടനം നടന്നിട്ട് ഇന്ന് 80 വർഷം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് കർത്തവ്യപഥിൽ നടക്കുന്ന പൊതുപരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിലാക്കി കാര്യക്ഷമത, നവീകരണം, സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് കർത്തവ്യ ഭവൻ 3 രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, MSME, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ ഉൾപ്പെടെ നിരവധി പ്രധാന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ കർത്തവ്യഭവൻ 3 ഉണ്ടായിരിക്കും. MS സ്വാമിനാഥൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വരെയാണ് സമ്മേളനം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥന്റെ സ്മരണയ്ക്കായി നാണയവും സ്റ്റാമ്പും ചടങ്ങിൽ പുറത്തിറക്കും. ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതത്തിന് പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ കൃഷിരീതികൾ എന്ന ആശയത്തിലൂന്നി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ശാസ്ത്രജ്ഞർ, നയരൂപകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യ ഫിലിപ്പീൻസ് ഉഭയകക്ഷി സഹകരണം നയതന്ത്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസും ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകളിലാണ് തീരുമാനം. 2025 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്കുള്ള പഞ്ചവത്സര കർമ്മ പദ്ധതി ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സുരക്ഷ, സമൃദ്ധി എന്നിവ ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. आज मैंने और राष्ट्रपति जी ने आपसी सहयोग, क्षेत्रीय मुद्दों और अंतर्राष्ट्रीय परिस्थितियों पर विस्तार से बातचीत की. ये प्रसन्नता का विषय है कि आज हमने अपने संबंधों को स्ट्रेटेजिक पार्टनरशिप का दर्जा देने का निर्णय लिया है. इस पार्टनरशिप के पोटेंशियल को परिणामों में परिवर्तित करने के लिए एक व्यापक एक्शन प्लान भी बनाया गया है. പ്രതിരോധ, സുരക്ഷാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ഫിലിപ്പീൻസും തീരുമാനിച്ചതായി ഫിലിപ്പീൻസ് പ്രസിഡന്റ് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. മറ്റന്നാൾ വരെയാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യ ഫിലിപ്പീൻസ് ഉഭയകക്ഷി ബന്ധം നയതന്ത്ര പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് റോമാൽഡസ് മാർക്കോസിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണവും വിരുന്നും നൽകി സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ചരിത്രപരവും നാഗരികവുമായ ബന്ധങ്ങൾ, പൊതുമൂല്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ദീർഘകാല സൗഹൃദമാണ് ഇന്ത്യയും ഫിലിപ്പീൻസും പങ്കിടുന്നതെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഫിലിപ്പീൻസിന് രാഷ്ട്രപതി നന്ദി അറിയിച്ചു. സഹകരണ സ്ഥാപനങ്ങളെ ഊർജ്ജസ്വലമായ വ്യാപാര യൂണിറ്റുകളാക്കി മാറ്റാൻ സഹകരണ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 2 ലക്ഷം വിവിധോദ്ദേശ സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കണക്കിലെടുത്ത് ഇതുവരെ 35,000-ലധികം പുതിയ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിതർക്കും ദരിദ്രർക്കും അഭിവൃദ്ധിയിലേക്കുള്ള വഴി തുറക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിയുമെന്നും ശ്രീ ഷാ പറഞ്ഞു. ആഗോളതലത്തിൽ വിശ്വസനീയ സാങ്കേതിക പങ്കാളിയായി ഇന്ത്യ മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കർണാടകയിലെ ദേവനഹള്ളിയിൽ SAP ലാബ്സ് ഇന്ത്യ ഇന്നൊവേഷൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പുരോഗതിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഇന്നൊവേഷൻ പാർക്കെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നലെയും പാർലമെന്റിൽ നടപടികൾ തടസ്സപ്പെട്ടു. പ്രതിഷേധത്തിനിടെ ഗോവ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ പ്രാതിനിധ്യ പുനഃക്രമീകരണ ബിൽ 2024 ലോക്സഭ പാസാക്കി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടാനുള്ള പ്രമേയത്തിനും പാർലമെന്റ് അംഗീകാരം നൽകി. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ. US ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പങ്കാളികളുമായി വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുമ്പോൾ
കാർഷിക ഭക്ഷ്യസുരക്ഷാ മേഖലകൾക്കാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. ഇന്ത്യ പാക് അതിർത്തിയിലെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം നടന്നിട്ടില്ലെന്ന് ഇന്ത്യൻ സൈന്യം പൂഞ്ച് മേഖലയിലെ വെടിനിർത്തൽ ലംഘനമുണ്ടായെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്നാണ് വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 43,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ഈ മാസം ഓണം സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉത്തരാഖണ്ഡിൽ ധരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. ഖീർഗംഗ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ ഒലിച്ചുപോയി. 4 പേർ മരിച്ചതായി ജില്ലാ മജിസ്ട്രേറ്റ് സ്ഥിരീകരിച്ചിരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അടിയന്തര യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ശ്രീ ധാമി മാധ്യമങ്ങളെ അറിയിച്ചു. रोड इत्यादि बनानी है उसके लिए PWD डिपार्टमेंट के हमारे सचिव सिंचाई विभाग के, चूंकि वहाँ पर एक झील भी बन गई है, इससे हालांकि पानी ऊपर से ओवरफ्लो होने लगा है, उसको भी डिस्चार्ज करना है. ऐसे सभी व्यवस्थाएं तत्काल पहुंचे. एक एक व्यक्ति की जान हमारे लिए बहुत महत्वपूर्ण है. हर एक को बचाने के लिए हम हर संभव प्रयास कर रहे हैं. आपदा तो प्राकृतिक है, लेकिन उसका क्विक रिस्पांस टाइम कम से कम हो, वही हमारा एक मंत्र भी है. उसी मंत्र के आधार पर काम कर रहे हैं. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ RJD ടാറ്റ കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ത്രിഭുവൻ ആർമിയെ ഏകപക്ഷീയമായ 1 ഗോളിന് ഇന്ത്യൻ ആർമി പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7-ന് കൊൽക്കത്ത വിവേകാനന്ദ യുവ ഭാരതി ക്രീഡങ്കിൽ നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC നംധാരി FCയുമായി ഏറ്റുമുട്ടും. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിന്റെ 3ാം പതിപ്പിന് ഇന്ന് ചെന്നൈയിൽ തുടക്കം. ഇന്ന് നടക്കുന്ന മാസ്റ്റേഴ്സ് റൌണ്ട് 1 പോരാട്ടങ്ങളിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എറിഗസി അമേരിക്കൻ താരം അവണ്ടർ ലിയാങ്ങിനെയും വിദിത് ഗുജറാത്തി ഡച്ച് താരം ജോർദാൻ വാൻ ഫോറിസ്റ്റിനെയും നേരിടും. ലോകത്തെ നടുക്കിയ ഹിരോഷിമ അണുബോംബ് സ്ഫോടനമുണ്ടായിട്ട് ഇന്ന് 80 വർഷം. 1945 ഓഗസ്റ്റ് 6-നാണ് ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത്. 140,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിലേറെ പേർക്ക് മാരകരോഗങ്ങൾ പിടിപെട്ടു. ലോകത്തിലെ ആദ്യത്തെ ആണവാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കാൻ എല്ലാ വർഷവും ഈ ദിവസം ഹിരോഷിമ ദിനം ആചരിക്കുന്നു. ആണവയുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു ദിവസം കൂടിയാണിത്. റഷ്യയിൽ നിന്നും ഊർജ്ജം വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ എത്ര ശതമാനം തീരുവ വർധനവാണ് ഏർപ്പെടുത്തുകയെന്ന് സംബന്ധിച്ച് താൻ ഒരിക്കലും പരാമർശം നടത്തിയിട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം വിഷയത്തിലെ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസിഡർ നിക്കി ഹാലി വിമർശിച്ചു. ഇന്ത്യയെപ്പോലെ ശക്തമായ ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുതെന്നും നിക്കി ഹാലി പറഞ്ഞു. ഗാസ മുനമ്പിൽ സമ്പൂർണ്ണ സൈനിക അധിനിവേശത്തിനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം ചർച്ച ചെയ്യാനായി ചേരാനിരുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു. പലസ്തീൻ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ സാധ്യതയെയും അനന്തരഫലങ്ങളെയും കുറിച്ച് ഇസ്രായേൽ സർക്കാരിലും സൈനിക നേതൃത്വത്തിലും ഭിന്നതകൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് നടപടി. ബന്ദികളുടെ സുരക്ഷ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി 75% ഇസ്രായേലികളും വെടിനിർത്തൽ കരാറിനെ അനുകൂലിക്കുന്നതായാണ് റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഫിലിപ്പീൻസ് ഉഭയകക്ഷി സഹകരണം നയതന്ത്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. ഭൂരഹിതർക്കും ദരിദ്രർക്കും അഭിവൃദ്ധിയിലേക്കുള്ള വഴി തുറക്കാൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതം. കേരളത്തിൽ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകത്തെ നടുക്കിയ ഹിരോഷിമ അണുബോംബ് സ്ഫോടനം നടന്നിട്ട് ഇന്ന് 80 വർഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.